കഴിക്കാൻ പോവാം. ലഞ്ച് ടൈം, സദ്യ കഴിക്കാം. കൈയൊക്കെ കഴുകി സെറ്റ് ചെയ്യും. ഇനി അവിടെ കുറച്ചും കൂടി ആൾക്കാർ പറ്റാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആർത്തിയാന്ന് വിചാരിക്കില്ലേ. നമ്മളങ്ങനെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇനി കുറച്ച് ചെറിയ ചെറിയ എൻഗേജ്മെൻറ്റ് ക്ലിപ്സ് കാണിച്ചിട്ട് ഇവിടെ ടിഫിൻ ഉണ്ട്, ടിഫിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളോട് കാപ്പി കുടിക്കുക എന്ന് പറയുന്നത്, നമ്മളാണെങ്കിൽ വരണ വഴിക്ക് ഭക്ഷണം കഴിച്ചു. നമ്മൾ ഭക്ഷണം കഴിച്ചതാണേ, അപ്പോൾ വയറാകെ നിറഞ്ഞിട്ട് അവരാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കഴിക്കുന്നു. പിന്നെ ഇതിന് മുകളിലാണ് ഫംഗ്ഷൻ നടക്കണേ, അപ്പോൾ അടിയിൽ ചെരുപ്പ് കഴിച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. ചെരുപ്പ് ഇട്ടൊന്നും കയറാൻ പറ്റില്ല ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്. ഇതിപ്പോൾ എല്ലാം ഓപ്പളേ കല്യാണ ചെക്കനും പെണ്ണിനേക്കാളും മുമ്പ് നമ്മൾ വന്നൂല അടിച്ചു വരാനാ. ഓ, വി ആർ ഫ്രം ദ ബോയ്സ് സൈഡ്. നമ്മൾ നേരത്തെ എത്തി ഗൈസ്, ആരും വന്നിട്ടില്ല. ഒരു വൻ കോമഡി. അവിടുന്ന് ഞങ്ങളെല്ലാവരും എത്തി. അപ്പോൾ മണ്ഡപത്തിലേക്ക് എത്തി. അവിടെ എത്തിയിട്ടില്ല, ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. സമയം പക്ഷെ അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നമ്മൾ കറക്റ്റ് എത്തിയിട്ടാ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുക, അവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ എടുക്കാൻ മറന്നല്ലോ എന്നിങ്ങനെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. നോക്കുമ്പോൾ ചേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ നമ്മൾ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ എന്ന്. ഒന്നും എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ശരി ഞാൻ പോവാം, നിങ്ങളിവിടെ ഇരിക്കുക. കാരണം എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇവരൊക്കെ അറിയാം, എന്നെ അറിയാം. പക്ഷെ എന്നെ വലിയ കണ്ടില്ലെങ്കിൽ അവർക്ക് ഓക്കെ, കുഴപ്പമൊന്നുമില്ല ഉണ്ടാവും. ഞാൻ വെറുതെ ഉടുപ്പി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വൈബിൽ ഇവരുടെ ഒപ്പം കയറി പോകുന്നതാണ്, ഇവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാന്നുള്ളതില്ല. ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവാം, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം, കുഴപ്പമില്ല. കാറ് പുറത്തിരിക്കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ 4 പാക്കറ്റ് ചിപ്സ് ഇവളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ നമ്മുടെ അവിടെ നിന്ന് കയർത്ത് ചിപ്സ്, ഒരു പാക്കറ്റ്, ഒരു ബാഗ് ഫുള്ള് കാണിച്ചു തരാം. ഈ ബാഗിൽ ഫുള്ള് സാരി, ഒരാൾക്ക് മുണ്ട്, അങ്ങനെ എല്ലാം. ഇതൊന്ന് ഈ 2 ബാഗും മറന്നു. കോമഡി. ഇപ്പം ഞാൻ അത് റൂമിൽ വന്നിട്ട് എടുത്ത് ഇപ്പം അങ്ങോട്ട് പോവുക. ഇനിയിപ്പോൾ ഇവിടുന്ന് പിന്നെയും 27-26 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടായിരുന്നു 26 കിലോമീറ്റർ. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഫുൾ ട്രിപ്പ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തും. അപ്പോൾ ശരി, ഇനി മണ്ഡപത്തേക്ക് പോവാം. ഓക്കെ. യെസ്, നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ മണ്ഡപത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തി. ഓക്കെ, ആൾക്കാരൊക്കെ എത്തിയെന്നാണ് തോന്നണം. ഈ വണ്ടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. മുകളിലേക്ക് പോയി നോക്കാം. Finally, the favorite time of the day has reached. കഴിക്കാൻ പോവാം. ലഞ്ച് ടൈം, സദ്യ കഴിക്കാം. കൈയൊക്കെ കഴുകി സെറ്റ് ചെയ്യും. ഇനി അവിടെ കുറച്ചും കൂടി ആൾക്കാർ പറ്റാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആർത്തിയാന്ന് വിചാരിക്കില്ലേ. എന്തായാലും നല്ല വിശക്കുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ട് വന്നപ്പോൾ ഇവിടെ ടിഫിൻ കൊടുക്കണ്ടായിരുന്നു, പക്ഷെ അത് കഴിച്ചില്ല. ഞങ്ങൾ ഓൾറെഡി ടിഫിൻ കഴിച്ചിട്ടല്ലേ വന്നേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ 1:30 8:30 ആ സമയത്ത് കഴിച്ചതാണ്. 8:45 സമയത്ത് നല്ല വിശന്ന്. അപ്പോൾ അടിയിൽ വന്നപ്പോൾ അവരിങ്ങനെ ഇലയൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് സദ്യ കഴിക്കാം. ഓക്കെ, ഇലയൊക്കെ വിരിച്ച് സെറ്റാണ്, നമുക്ക് ഇരിക്കാം ഗൈസ്. ഇല വന്നു, വെള്ളം. ഓക്കെ ഫുഡ് വരട്ടെ. അവിടെ നിന്ന് ആൾക്കാർ ഇരുന്നിങ്ങനെ തുടങ്ങണല്ലോ, നമ്മളിരുന്നു വിശന്നിട്ട് വയ്യാം, അതുകൊണ്ട്. ഓക്കെ, 6.5 hours later.
ഫസ്റ്റ് നെയ്യും പരിപ്പും പപ്പടവും അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ സാമ്പി, ഇതിനെ സാമ്പി എന്നാണ് പറയുക. ഒരു അരച്ചിക്കലയ്ക്ക് പോലത്തെ ഒരു സാധനമാണ് ഇത്. സാമ്പി എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, നമുക്കിവിടെ പുളിസാദം ഉണ്ട്, അച്ചാറ്, അതുപോലെ പരിപ്പ് കൊണ്ടുള്ള ഒരു ഇത്, വറുത്തിട്ടുള്ള ഒരു ഇത്, പിന്നെ ചട്നി, പിന്നെ ഇതാ ഉപ്പേരി, പയറുണ്ട്, ഒരു മസാല, കടലുണ്ട്, വെള്ളക്കടല കൊണ്ടുള്ള ഒരു മസാല, പിന്നെ പായസം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കുള്ള. പരിപ്പ് നെയ്യ് നമ്മൾ ആദ്യം കഴിച്ചു. ഇനി ഇത് അങ്ങനെ സാമ്പി കഴിച്ചു. ഞാൻ കുറച്ച് രസം വന്നു. ഓക്കെ, രസം കൂട്ടി കഴിക്കാം. അങ്ങനെ മിക്കതും നമ്മൾ തീർത്തു. ഇപ്പം ചോറും ലേശം ആ രസം മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ മോരൊക്കെ വരും എന്നാണ് പറഞ്ഞേ. വരുന്നുണ്ട് അവിടുന്ന് ആൾക്കാർ. സോ വെയിറ്റിംഗ്. പായസം ലാസ്റ്റത്തേക്ക്. അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ഇടയിൽ ഓരോന്ന് തരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കിട്ടിയതാണ് പൈനാപ്പിൾ പച്ചടി എന്ന് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. ആൻഡ് ഗൈസ്, ഫോർ യുവർ ഇൻഫർമേഷൻ, ഇതാ ലാസ്റ്റായിട്ട് നമുക്ക് എന്താ വന്നറിയോ? സാമ്പാർ. ലാസ്റ്റ് ഇവർ വിളമ്പണതാണ് സാമ്പാർ. ഇതാ ഇപ്പോൾ ബോളി വന്നു. അതിൻ്റെ മുകളിൽ അവർ പഞ്ചസാര ഇട്ടു. പക്ഷേ ഈ പഞ്ചസാര വേണ്ടായിരുന്നു. ഇത് ഓൾറെഡി അവർ മധുരമാണ്. ഓക്കെ, വേണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു വരും. എന്നിട്ട് ഒരു പീസ് ബജ്ജിയും തന്നു, കോമ്പൻസേറ്റ് ചെയ്യാൻ ലേശം മധുരം കഴിക്കുമ്പോൾ ഇത് കഴിക്കാൻ. അപ്പോൾ അവർ ഇത് വെച്ചു. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റിലാണ് മോര് വരിക കേട്ടോ. ഓക്കെ, ഞാൻ മോരിൻ്റെ ആളായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഈ മോരിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വന്നിട്ടാണ് ലാസ്റ്റ് കിട്ടുന്നത്. കിടിലം അവരുടെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിപൊളിയാണ്. ഇത് കണ്ടോ, ബോളി, വാ, ബോളി, കോക്കനട്ട് മിൽക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ സാധനം. അതിൻ്റെ ഒപ്പം ബജ്ജിയുണ്ട്. ആഹാ, നൈസ്. ചൂടില്ല, എനിക്ക് തോന്നുന്നു രാവിലെ ഉണ്ടാക്കിയതല്ലേ അവർ, ഇത്രയും സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചൂട് പോയി, പക്ഷേ ഗുഡ്, നല്ല ടേസ്റ്റ്. ഓക്കെ, ഈ ബോളി അങ്ങോട്ട് കഴിക്കാം. ഉടുപ്പി സദ്യ നെവർ സ്റ്റോപ്പ് സർപ്രൈസിങ് യു. ഒരു രക്ഷയില്ല. ഇത് കഴിച്ചോണ്ടിരിക്കുന്നേ. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർ വേറൊരു സ്വീറ്റ് വന്നിട്ടു. ഇവർ നിങ്ങളെ മധുരം കഴിപ്പിച്ച് കൊല്ലും, അത് ഉറപ്പാണ്. ഇത് എന്താ അറിയോ, ദിസ് ഈസ് വൺ ആൻഡ് ഓൺലി ദ OG ക്യാരറ്റ് ഹൽവ. ക്യാരറ്റ് ഹൽവയാണ്. നൈസ്. ഇത് നമ്മുടെ ബോളി, പിന്നെ ബജ്ജി, പായസം ഉണ്ട് കേട്ടോ. അത് ആദ്യം ഒഴിച്ച പായസമാണ്. ഞാൻ അത് കഴിക്കാണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അവർ വന്നുകൊണ്ടിരിക്കും, നോ പ്രശ്നം. കിടു. ഇനി അടുത്തത് വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഫൈനലി മോര് വന്നു. ഞാൻ പിടിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ പോവും. ഓക്കെ, കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. സദ്യ, എൻ്റെ അമ്മ, അടിപൊളി സാധനം. ഇരുന്നപ്പോൾ തൊട്ട് ഓരോ സർപ്രൈസസ് ആയിരുന്നു അവർ കറികൾ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിത്തൈര്, പുളിയിഞ്ചി, കായവറുത്തൊക്കെ ഉള്ള പോലെ ഇവരുടെ ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. പപ്പടം തരും. അത് നമ്മുടെ പോലത്തെ പപ്പടമല്ല, നല്ല കട്ടിയിലുള്ള ഇവരുടെ ഒരു പപ്പടം ഉണ്ട്. അങ്ങനത്തെ ഒരു പപ്പടമാണ്, മറ്റേ പൊള്ളൊന്നും വരാത്ത രീതിയിലത്തെ ഒരു പപ്പടം ഉണ്ട്. അതാണ് ഇവരുടെ. ആൻഡ് അച്ചാർ കുറച്ചുള്ളൂ. ഇവർ കുറച്ചുകൂടി മധുരം, സ്വീറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇവർ ഉടുപ്പി ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സാമ്പാറിൽ ലേശം ശർക്കര ഇട്ടുണ്ടാവും. അപ്പോൾ ലേശം വല്ലാണ്ട് മധുരമല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്, ആക്ച്വലി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പോയി നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കണം എന്നിങ്ങനെ തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം ട്രൈ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ്. എനിക്ക് മധുരം തീരെ ഇഷ്ടമല്ല എന്ന് പറയണ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. മധുരം എനിക്ക് തീരെ ഇഷ്ടമല്ല ഭക്ഷണത്തിൻ്റെ ഇടയിൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല അത്. ബട്ട് സദ്യ നിങ്ങൾ ഡെഫിനറ്റ്ലി ലൈഫിലൊരു ടൈം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബിക്കോസ് ഓരോ ടൈമിലും ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കണേ. ചോറ് വെച്ചു, ആദ്യം ഒരു സാധനം വന്നു, അത് കഴിഞ്ഞ് പിന്നെ രസം വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സാമ്പാർ വരണേ. അത് ഞാൻ ഓരോന്ന് കാണിച്ചെന്നില്ലേ. അത് കഴിഞ്ഞിട്ട് ബോളീൻ്റെ മുകളിൽ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട് ഇത്രയും ഒരു കിടിലൻ കോമ്പിനേഷൻ ഉണ്ട് എന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മുടെ തൃശ്ശൂരിൽ മറ്റേ അമ്പിസ്വാമിയുടെ ഇതുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. അമ്പിസ്വാമീൻ്റെ അവിടെ പോയിട്ട് പാലട പായസവും ബോളിയും കൂടിയിട്ട് എപ്പോഴെങ്കിലൊക്കെ വൺസിനെ വയൽ പോയിട്ട് കഴിക്കും. അത് അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടമാണ് ബോളി. പേഴ്സണലി വീട്ടിലും അമ്മ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ബോളി കോക്കനട്ട് മിൽക്ക് ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ, അത് എലിവേറ്റ് ചെയ്തു. അതിൻ്റെ ബോളീൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ എലിവേറ്റ് ചെയ്തു. കിടിലം ബോളിയായിരുന്നു അത്. അടിപൊളി ബോളി, ക്യാരറ്റ് ഹൽവ അടിപൊളി, എല്ലാം സൂപ്പറായിരുന്നു.
ലാസ്റ്റ് മോര് ഇവരുടെ കുറച്ച് സംഭാരം പോലത്തെ മോരാണ് ലാസ്റ്റ്. പക്ഷേ അത് അടിപൊളി. ആൻഡ് ഏറ്റവും ഓരോന്നും ഇങ്ങനെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളെ. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞെട്ടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, സർപ്രൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലാസ്റ്റിൽ നോക്കുമ്പോൾ ആരും ഇല മടക്കണമില്ല. ഇവരുടെ ട്രഡീഷൻ അങ്ങനെയാണ്, ഇല മടക്കിൽ ഇവരാരും ഇല അങ്ങനെ വെച്ച് പോയിട്ടുണ്ട്. നമ്മുടെ അവിടെ ഞാൻ കേട്ടേക്കണത്, ഇത് ശരിയാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കേട്ടേക്കണത് ഇങ്ങനെയാണ് ചെയ്യുക. നമ്മുടെ അവിടെ ഇങ്ങോട്ട് നമ്മുടെ സൈഡിലേക്ക് മടക്കി കഴിഞ്ഞാൽ നമുക്ക് സദ്യ വേണം, അപ്പോൾ അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ സദ്യ വേണ്ട. അതാണ് നമ്മുടെ അവിടെ അല്ലേ. അപ്പോൾ പക്ഷെ ഇവിടെ ഒരാളും ഇല മടക്കണം ഞാൻ കണ്ടിട്ടില്ല. ആരും ഇല മടക്കില്ല. ഞാൻ നോക്കുമ്പോൾ ആരും ഇല മടക്കിയിട്ടില്ല. അപ്പോൾ മടക്കണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ട്രഡീഷൻ. സൂപ്പർ. വൺസ് ഇൻ എ വൈൽ, സത്യം പറയാം, വൺസ് ഇൻ എ വൈൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രീ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഉടുപ്പി ഒന്ന് വന്നിട്ട് സദ്യയെങ്കിലും കഴിച്ചിട്ട് പോകണം. ആദ്യത്തെ ഒരു ട്രാവൽ. അത് ഓരോ ഡിഷസിൻ്റെ ഇടയിൽ കൂടെ, ഓരോ ഡിഷും ഓരോ റെസിപ്പീൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു ട്രാവലാണ് സദ്യ കഴിക്കുക. ഒരു അടിപൊളി സൂപ്പർ ഒരു അനുഭവം, അടിപൊളി അനുഭവം. എന്തായാലും നിങ്ങൾക്ക് അടുത്തെവിടെയെങ്കിലും ഈ ഉടുപ്പി സദ്യ കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ പോയിട്ട് എന്തായാലും കഴിക്കുക. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഇതുണ്ടാവും എനിക്കറിയില്ല. കാരണം ഇവിടെ അവർക്ക് ആ ട്രഡീഷൻ്റെ കോറ് കറക്റ്റ് കിട്ടുമല്ലോ നിങ്ങൾക്കിവിടെ, ആ സോളിഡായിട്ട് കിട്ടില്ല. നമ്മുടെ അവിടേക്ക് വരുമ്പോൾ സ്പൈസസ് മാറും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്പൈസസ് മാറുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. കുറച്ച് നേരം ഇപ്പോൾ സാമ്പാർ വെച്ചിട്ട് സാമ്പാർ കുറച്ച് നേരം കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ ഇരുന്നിട്ട് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയി അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ടാവും ഇവിടെയും അവിടേക്കും വരുമ്പോൾ. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റിയാൽ ട്രൈ ചെയ്ത് നോക്കുക ഉടുപ്പി സദ്യ. നിങ്ങൾക്ക് ഇഷ്ടമാവും, ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഈ പറഞ്ഞ പോലെ മധുരം അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാർ ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല. പക്ഷേ എല്ലാതും അല്ല കേട്ടോ മധുരം. ഈ ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് സ്വീറ്റ്സ് കുറച്ച് കൂടുതലാണെന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നൈസ്, അടിപൊളി. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് സദ്യ വിശേഷങ്ങൾ. അങ്ങനെ ഗൈസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാവരോടും ചാച്ച ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ കല്യാണ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ബൈ. കേരള വണ്ടി കയറാ വേഗം, എന്നിട്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. സീ യു നെക്സ്റ്റ് ടൈം എന്നൊരു വാക്കിൽ നമ്മൾ ഒതുക്കിക്കൊണ്ട് ഈ വ്ളോഗ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കല്യാണ വ്ളോഗ് ദി എൻഡ്. ബൈ.